മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മന്ത്രിസഭ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നതായിരിക്കും. ഇന്ന് ശനിയും നാളെ ഞായറാഴ്ചയുമായിട്ട് ഈ പറയുന്ന പാർട്ടിയിലെ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായിട്ടുള്ള മീറ്റിംഗും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇന്നിപ്പോ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സജീവമായിട്ട് ഒത്തിരി പോസ്റ്റുകളും വീഡിയോസും ഞാൻ കണ്ടായിരുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പറയുന്ന പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുമോ എന്ന്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു പാർട്ടിക്കുണ്ടായി. അത്തരത്തിൽ കുറെ കേസിലും കാര്യങ്ങളിലൊക്കെ അദ്ദേഹം പ്രതിയായി വന്ന സാഹചര്യത്തിൽ വേറൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന വി.ഡി. സതീശൻ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനോട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒരു കോൺഗ്രസ് MLA എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം ഈ പറയുന്നത് പോലെ പാലക്കാട് രമേശ് പിഷാരടി ഇലക്ഷൻ എഴുതുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ പാർട്ടിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത്. ഒത്തിരി UDFന്റെ അണികൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പറയുന്ന പാലക്കാട്ടുകാർ ഒബിയസ്ലി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്ന് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ എത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചുമതല രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതുവരെയും വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഒരു പാർട്ടിയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ അത്തരത്തിലൊരു തീരുമാനം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി കേസും കാര്യങ്ങളൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന വി.ഡി. സതീശൻ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്. അപ്പൊ ആ ഒരു തീരുമാനം മാറ്റി വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഒരു പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ചുമതല ഏൽപ്പിക്കണമെങ്കിൽ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇമേജ് ജനങ്ങൾക്കിടയിലും ഒരു വിശ്വസ്തതയിൽ എത്തണം. എന്നാൽ മാത്രമേ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിലേക്ക് വീണ്ടും വിളിക്കുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ വരുന്ന വീഡിയോസിന്റെ പോസ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനം വി.ഡി. സതീശന്റെ ഭാഗത്തുനിന്നോ UDF പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഈ ഒരു പാർട്ടി അധികാരത്തിലേറി സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായിട്ട് ഇപ്പൊ മന്ത്രിമാരെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ചർച്ചയിലാണ് ഈ പറയുന്ന മന്ത്രിമാരായിട്ട് ഒത്തിരി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത ഇപ്പൊ കാണുന്നുണ്ട്. ഏകദേശം 21 മന്ത്രിമാരാണ് ഉണ്ടാവുന്നത്. അതിൽ ഒരു ആഭ്യന്തര മന്ത്രി സ്ഥാനം വി.ഡി. സതീശൻ തന്നെ വെക്കാനായിട്ടാണ് സാധ്യത. അപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ചാണ്ടി ഉമ്മൻ, സണ്ണി ജോസഫ്, അത്തരത്തിലുള്ള ഒരുപാട് മന്ത്രിമാരെ, സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു ഇലക്ഷനിൽ നിന്ന് വിജയിച്ച പല പുതുമുഖ മന്ത്രിമാരെയും ഈ ഒരു മന്ത്രിസഭയിൽ പ്രതീക്ഷിക്കാമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്